നമസ്കാരം. ഇന്നലെ മുംബൈയിൽ മിറാ റോഡിൽ ജെയ്ബ് സുബൈർ അൻസാരി എന്നൊരു വ്യക്തി സെക്യൂരിറ്റി ഗാർഡുകളായി ജോലി ചെയ്തിരുന്ന രാജ്കുമാർ മിശ്ര, സുബർത്തോ സെൻ എന്ന രണ്ട് വ്യക്തികളെ അവരുടെ ജോലി സ്ഥലത്ത് ഒരു കെട്ടിട സമുച്ചയത്തിന് മുൻപിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സെക്യൂരിറ്റിയായി കാവലാളായി നിന്നിരുന്ന രണ്ടുപേരുടെ അടുത്തെത്തുകയും അവരോട് സംസാരിക്കുന്നത് വഴി അവരുടെ പേരുകൾ ചോദിക്കുകയും അവരുടെ മതം ചോദിക്കുകയും ഇസ്ലാമിലെ കലിമ ചൊല്ലുവാൻ അറിയാമോ എന്ന് ചോദിക്കുകയും അറിയില്ല എന്നവർ പറഞ്ഞപ്പോൾ അതെന്താണ് എന്ന് തിരിച്ചു ചോദിക്കും. ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെ കത്തി കൊണ്ട് ആക്രമിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പെഹൽഗാമിൽ എന്ത് നടന്നോ അതിൻ്റെ ഒരു തനിയാവർത്തനം. അവിടെ തോക്കുകളായിരുന്നെങ്കിൽ ഇവിടെ കത്തിയുമായി ഒരു ഒറ്റപ്പെട്ട ഒരു ജിഹാദി രണ്ട് പാവപ്പെട്ട സെക്യൂരിറ്റി ഗാർഡുകളെ ആക്രമിച്ചു. എന്തിൻ്റെ പേരിൽ? അവർക്ക് കലിമ ചൊല്ലാൻ അറിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ, ചുരുക്കത്തിൽ അവർ ഹിന്ദുക്കളായതിൻ്റെ പേരിൽ, കാഫിറുകളായതിൻ്റെ പേരിൽ. ഈ ജെയ്ബ് സുബൈർ അൻസാരിയുടെ വിശ്വാസപ്രകാരം ഈ രാജ്കുമാറും സുബർത്തോയും കാഫിറുകളാണ്, വെറുക്കപ്പെടേണ്ടവരാണ്, കഴുത്തറുത്ത് കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു മതബോധം ഈ വ്യക്തിയുടെ തലയിൽ കുത്തി നിറയ്ക്കപ്പെട്ടത് കൊണ്ട് മാത്രം. അടിസ്ഥാനപരമായിട്ട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പറയാം, അത് വിദ്യാഭ്യാസമില്ലാത്ത വിവരമില്ലാത്ത ആരെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞൊരു മതത്തിനെ മാത്രം ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തരുതേ, ഇസ്ലാമോഫോബിയ പരത്തരുതേ. വിദേശത്തൊക്കെ സഞ്ചരിച്ച് അമേരിക്കയിൽ പോയി തിരികെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ജെയ്ബ് സുബൈർ അൻസാരി. ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. മതബോധം ഉള്ളിൽ കുത്തി നിറച്ച് പുറത്തിറങ്ങുന്ന മദ്രസ പുട്ടന്മാരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമം മാത്രമാണിത്. അടിസ്ഥാനപരമായിട്ട് ഈ പൊട്ടന്മാരല്ലാതെ മദ്രസയിൽ നിന്നിറങ്ങുന്ന മതവാദികൾ ഈ മദ്രസ പൊട്ടന്മാരെ നിർമ്മിക്കുന്ന ഒരു പ്രവർത്തന രീതികളിലേക്ക് പോകും. ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ഒക്കെ ഈ പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റുകൾ സൃഷ്ടിച്ച് നമുക്ക് മുജാഹിദ് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഹിജറ ചെയ്യണം, ഹിജഡയാകണം എന്നൊക്കെ പറഞ്ഞ് പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റുകൾ സൃഷ്ടിച്ച് ഇത്തരം മദ്രസ പൊട്ടന്മാരെ, ഈ ജെയ്ബ് സുബൈർ അൻസാരി പോലുള്ള പൊട്ടന്മാരുടെ ഉള്ളിലെ ഈ മതബോധത്തെ ഇങ്ങനെ ഇളക്കി അതിനെ ഒരു ഭീകരവാദത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകും. അതിൽ ചിലർ മതപണ്ഡിതന്മാരായി മാറുകയും ചെയ്യും. മദ്രസ പൊട്ടന്മാരായി തുടരുന്നവന്മാർ പൊട്ടിത്തെറിക്കുവാനായിട്ട് ഐസിസിൽ ചേരുവാൻ എന്താണ് മാർഗം, അതിലേക്കുള്ളൊരു മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താൽ എനിക്ക് 2 ഹൂറികളെ എക്സ്ട്രാ കിട്ടുമോ, അതോ എന്നെ പോലീസുകാർ ഹൂറിഫൈഡ് ആക്കി ഇപ്പോൾ തന്നെ 72 പേരുടെ അടുത്തേക്ക് എത്തിക്കുമോ എന്നുള്ള ആഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ ചിന്തകളുടെയോ പരീക്ഷണങ്ങളുടെയോ ഒക്കെ പുറത്ത് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ രാജ്യത്തൊട്ടാകെ അഴിച്ചുവിടുകയും ചെയ്യും. ഈ ആക്രമണത്തിൻ്റെ വിവരം മലയാള മാധ്യമങ്ങളിലൂടെ ഇന്നലെ എത്ര പേര് അറിഞ്ഞിരുന്നു? ആരും അറിഞ്ഞിരുന്നില്ല. ഞങ്ങളിത് പുറത്തുവിടാത്തതിൻ്റെ കാരണം കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ചുള്ളത്, അതായത് ഈ ജെയ്ബ് സുബൈർ അൻസാരി എന്ന വ്യക്തി US-ൽ നിന്ന് മടങ്ങി വന്ന വ്യക്തിയാണ്. അയാളുടെ ഒരു പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുംബൈ പോലീസ് കൂടുതൽ പുറത്തുവിട്ടിട്ടില്ല. ഇയാൾക്ക് ഭീകരവാദ സംഘടനകളുമായി നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം വിദേശ സഞ്ചാരമൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിയ ഒരു ഭീകരവാദി ആയതുകൊണ്ട് ഈ ജിഹാദിക്ക് ഒരു അംഗീകൃത ജിഹാദി സംഘടനകളുമായി നേരിട്ട് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്ന് അന്വേഷിക്കുവാനായിരുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് മാത്രമാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ജെയ്ബ് സുബൈർ അൻസാരി എന്നുള്ള വ്യക്തിയല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ഇയാളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ മദ്രസ പൊട്ടന് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു പ്രത്യേകതയുമില്ല. ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ഒരു അപകടം, അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് ഭാരതീയ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അപകടം എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് താനും. ആ അപകടത്തെ കൃത്യമായിട്ട് മറച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്ന മലയാള മാധ്യമങ്ങളുടെ ശ്രമങ്ങളെ നിങ്ങൾ കാണാതെ പോകരുത്, അംഗീകരിക്കാതെ പോകരുത്, അതിനൊരു കയ്യടി നൽകുവാൻ മറക്കുകയും ചെയ്യരുത്. മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളായാലും പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളായാലും, അതിപ്പോൾ മുത്തശ്ശി പത്രത്തിൻ്റെയോ കൊച്ചു മുത്തശ്ശി പത്രത്തിൻ്റെയോ ആൻറ്റി പത്രത്തിൻ്റെയോ അങ്കിൾ പത്രത്തിൻ്റെയോ ഓൺലൈൻ പതിപ്പുകളായാൽ പോലും അവർ ഈ വാർത്തയ്ക്ക് നൽകിയ പ്രാധാന്യം, അല്ലെങ്കിൽ വലിപ്പം, അല്ലെങ്കിൽ ഈ വാർത്ത നൽകാതിരിക്കാൻ കാണിച്ച ഒരു സന്മനസ്, ഇസ്ലാമോഫോബിയ പടർത്താൻ പാടില്ലല്ലോ എന്നുള്ളൊരു മഹത്വരമായൊരു ചിന്താരീതി, മതേതര ബോധം, അത് കാണാതെ പോകരുത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ഈ ജെയ്ബ് സുബൈർ അൻസാരിമാർ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തെ പലപ്പോഴും അന്യവൽക്കരിക്കുന്നു, അവരെ മാറ്റി നിർത്തുന്നു, അവർക്കെതിരെ ഒരു വെറുപ്പിൻ്റെ ഭാഷ പ്രകടിപ്പിക്കുന്നു, ഇസ്ലാമോഫോബിയ പരത്തുന്നു, പടർത്തുന്നു, പകർത്തുന്നു
എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ നിരന്തരമായി ഇരവാദം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇരവാദം ഇറക്കി പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ നിസാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച്, അതും ആർഫാഷ് ഖാനും ഷെർവാനി ആകട്ടെ മുഹമ്മദ് സുബൈർ ആകട്ടെ, ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പിന്തുടർച്ചക്കാരുള്ള, പിൻഗാമികളുള്ള, ഫോളോവേഴ്സുള്ള വ്യക്തികൾ തന്നെ കൃത്യമായി ചെയ്യാറുണ്ട്. ഒരു സൈമ എന്നുള്ളൊരു ആർജെ, ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു 2-3 പേരുകൾ പറയുകയാണ്, സ്ഥിരം കുറ്റവാളികളുടെ പേരുകൾ പറയുകയാണ്. ഇവരെല്ലാം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭീകരവാദ ആക്രമണം രാജ്യത്ത് എവിടെയെങ്കിലും നടന്നാൽ ഉടനെ തന്നെ അതിൻ്റെ ന്യായീകരണങ്ങളുമായി രംഗത്തെത്തും. ഈ കഴിഞ്ഞ TCSുമായി ബന്ധപ്പെട്ട് നടന്ന കൺവേർഷൻ ജിഹാദിൻ്റെ ഒരു കെണിയെക്കുറിച്ച് വിശദമായ അന്വേഷണങ്ങൾ നടത്തി പോലീസ് ഒരു വൻ ശൃംഖലയെ തന്നെ തകർത്തപ്പോൾ അതിൻ്റെ ന്യായീകരണവുമായി ആദ്യമെത്തിയവരിലൊരാൾ ഈ ആർഫ ഖാനും ഷെർവാനിയാണ്. അവർ പറഞ്ഞത് ഈ കോർപ്പറേറ്റ് ജോലികളിൽ നിന്ന്, IT സ്ഥാപനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ അകറ്റി നിർത്തുവാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഇനി നടക്കുവാൻ പോകുന്നത്. ഇതിൻ്റെ പേരിൽ ഇനി മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കും, അവർക്ക് ജോലികൾ നൽകപ്പെടുകയില്ല. അത്തരത്തിലുള്ളൊരു വാദം അവർ ഉന്നയിച്ച് ഇരവാദത്തിലേക്ക് ഈ സംഭവത്തിൻ്റെ ഒരു ഗതി തിരിച്ചുവിടുവാൻ അവർ ശ്രമിച്ചിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. കാരണം ഈ ഒരു സമുദായം ഇനി പഠിക്കണമെങ്കിൽ ഇതിനെ പൂർണ്ണമായും അന്യവൽക്കരിച്ച് മതിയാകൂ. കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സമുദായത്തിൻ്റെ പേരിൽ, ഒരു മതത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഭീകരവാദം പ്രവർത്തിക്കുവാൻ, ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുവാൻ ഈ മദ്രസ പൊട്ടന്മാർ മുതിരില്ല. ആ സമുദായത്തിൽ നിന്ന് തന്നെ അവരെ പിന്തിരിപ്പിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, നിശബ്ദമായ പിന്തുണ, അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കൽ, അതും പ്രത്യേകിച്ച് ഇത്രയും മതബോധത്തിൽ വളരുന്നൊരു സമുദായം, ഹൈന്ദവ സമൂഹത്തെയോ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് അവരെയോ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ ഇടയിൽ ഒരാൾ മതത്തിൻ്റെ പേരിൽ ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തുവാൻ ഇറങ്ങുകയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. കോൺഗ്രസിൻ്റെ കാലത്ത് ഒരു വ്യാജ നിർമ്മിതി, ഹൈന്ദവ ഭീകരവാദം എന്നുള്ള ഒരു വ്യാജ നിർമ്മിതി ഉണ്ടായി എന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. പക്ഷേ അത് പൊളിഞ്ഞടുങ്ങി അതിൻ്റെ സത്യാവസ്ഥകൾ വെളിപ്പെട്ടതാണ്. പക്ഷേ ഹൈന്ദവ സമൂഹത്തിൽ നിന്നൊരു മതത്തിൻ്റെ പേരിൽ ഒരു ഭീകരവാദി ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ്. ദേശീയതയുടെ പേരിൽ ചിലപ്പോൾ തീവ്രമായിട്ടുള്ള വാദികളുണ്ടായേക്കാം, തീവ്രവാദികളും ഭീകരവാദികളും ഞാൻ എപ്പോഴും പറയുന്നത് രണ്ടും വ്യത്യസ്തമാണ്. തീവ്രമായിട്ടൊരാശയത്തിന് വേണ്ടി വാദിക്കുന്ന വ്യക്തികളും ഭീകരവാദത്തിന് വേണ്ടിയിട്ട്, ഭീകരപ്രവർത്തനത്തിലൂടെ മതം വളർത്തണം എന്നുള്ള നിശ്ചയവുമായി പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതബോധവുമായി പ്രവർത്തിക്കുന്നവരും രണ്ടും രണ്ടാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവുകയാണ് എന്ന് തന്നെ സങ്കല്പിക്കുക. ഇപ്പോൾ ഞാൻ ഇത്തരത്തിൽ ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് ജയ് ശ്രീറാം വിളിക്കാത്തതിന് കുത്തിക്കൊന്നു, എന്നെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് ചില തീവ്ര ചിന്താഗതിക്കാർ നന്നായി മറ്റേതിന് പകരം ചെയ്യണം, ജയ് ശ്രീറാം വിളിക്കാത്തതിനല്ല മറ്റേതിന് പകരം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ള ചിന്താഗതിയിലുള്ള തീവ്ര ചിന്താഗതിക്കാരെ കുറച്ചും കൂടി തീവ്രമാക്കാനും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ സഹായിക്കും. അതിനൊരു സാധ്യതയുണ്ട്. അല്ലാതെ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം, ഹൈന്ദവ സമൂഹം ഒട്ടാകെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിക്ക് പിന്തുണ നൽകില്ല, ക്രിസ്ത്യൻ സമൂഹവും നൽകില്ല. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്ഥിതിഗതികൾ അല്പം വ്യത്യസ്തമാണ്. അവർ പരസ്യമായ പിന്തുണ നൽകുന്നവരുണ്ട്, ഈ ആർഫ ഖാനും ഷെർവാനി, മുഹമ്മദ് സുബൈറിനെ പോലെ. ഇനി വരുന്നത് സമാധാനക്കാരുടെ കാര്യമാണ്. ആ സമാധാനക്കാരെന്ത് ചെയ്യും? നിശബ്ദത പാലിക്കും. ഈ നിശബ്ദതയാണ് ഏറ്റവും കുറ്റകരമായിട്ടുള്ളൊരു പ്രവൃത്തി. ഈ നിശബ്ദത ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് അവർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന, അവർ പല സമൂഹങ്ങളിലും അന്യവൽക്കരിക്കപ്പെടുവാൻ കാരണമായ ഈ ഭീകരവാദം പണ്ടേ ഇല്ലാതാകുമായിരുന്നു. അതിന് ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഉള്ളൊരവസ്ഥയിൽ പലപ്പോഴും ഇരവാദം ഇറക്കുമ്പോൾ ഉള്ള സംഗതിയെ പെരുപ്പിച്ച് കാട്ടി പറയുന്നത് മുസ്ലിങ്ങൾക്ക് വീട് കൊടുക്കാൻ, വാടകയ്ക്ക് കൊടുക്കാനോ വിൽക്കുവാനോ പോലും ആൾക്കാർ മടിക്കുന്നു, ഒരു ഹൗസിംഗ് കോളനിയിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ള രീതിയിൽ ആളുകൾ പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പലയിടത്തും നടക്കാറുണ്ട്. ആ നടക്കുന്നതിനെ 1ന് 10 പെരുപ്പിച്ച് കാണിച്ച് പ്രത്യേകിച്ച് നമ്മുടെ മലയാള മാധ്യമങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുമ്പോൾ ഇത് മോശമാണ് എന്ന് പറയുന്നതാണ് ജനാധിപത്യപരമായി ശരിയായ കാര്യം. പക്ഷേ ആ ശരിയിലേക്ക് എത്തുന്നതിൽ നിന്ന് മറ്റ് സമുദായങ്ങളെ പിന്തിരിപ്പിക്കുന്നതാണ് ഈ കുറ്റകരമായ നിശബ്ദത. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പഹൽഗാമിൽ പാൻറ്റൂരി നോക്കി കൃത്യമായി സുന്നത്ത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി അതിനുശേഷം ഒരു 2 സ്റ്റെപ്സ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പോലെ കലിമ ചൊല്ലുവാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അത് ചൊല്ലുവാൻ അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന നിരപരാധികളെ വെടിവെച്ച് കൊന്ന ജിഹാദി ഭീകരവാദികളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല.
ജെയ്ബ് സുബൈർ അൻസാരി. ആളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു അവിടെ പഹൽഗാമിൽ. ഇവിടെ ഒറ്റപ്പെട്ട ഒരു ജിഹാദി മാത്രമായിരുന്നു. ഇത്തരത്തിലുള്ള ഈ ഒറ്റ ചിന്തയുമായി നടക്കുന്ന, ഏതാണ്ട് ഈ പന്നികളെ പോലെ തന്നെ കാഷ്ടം തിന്നണമെന്നുള്ള ഒറ്റ ചിന്തയുമായി നടക്കുന്ന പന്നികളുടെ ഏതാണ്ട് അവസ്ഥയിൽ തന്നെ നടക്കുന്ന ഇത്തരത്തിലുള്ള ജിഹാദികളെ ആ സമുദായം, മുസ്ലിം സമുദായം തന്നെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ അവരെ സമൂഹമൊട്ടാകെ, ലോകം മുഴുവൻ അന്യവൽക്കരിക്കുന്ന, മാറ്റി നിർത്തുന്ന, ഒഴിവാക്കുന്ന ഒരു കാലം വിദൂരമല്ല. ഈ ഭീകരവാദ പ്രവർത്തനത്തെ ഭാരതത്തിലെ സർക്കാരുകൾ നിരന്തരമായി അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ്സുകാർ, ഞങ്ങളും അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുള്ള വാദം നടത്തിയിരുന്നു. 2014 മുതലാണ് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ, ഇരവാദങ്ങളെ മതിക്കാതെ കേന്ദ്ര സർക്കാർ നേരിട്ട് തുടങ്ങിയത്. BJPയുടെ സർക്കാർ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്, ഒരു സംശയവും വേണ്ട. BJPയുടെ സർക്കാർ നേരിട്ടതുപോലെ ഇസ്ലാമിക ഭീകരവാദത്തെ ഇത്രയും ക്രിയാത്മകമായും കാര്യക്ഷമമായും മറ്റൊരു സർക്കാരും ഭാരതത്തിൽ നേരിട്ടിട്ടില്ല ഇത്രയും കാലത്തെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ. പക്ഷേ അതിനും പരിമിതികളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. 140-150 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. ഇതിൽ 150 കോടി ജനങ്ങളിൽ ഓരോരുത്തർക്കും 2 പോലീസുകാരെ വെച്ച്, അല്ലെങ്കിൽ ഒരു പോലീസുകാരനെങ്കിലും വെച്ച് സുരക്ഷ നൽകുവാൻ സാധ്യമല്ല. അതിന് പരിമിതികളുണ്ട്. ഇത്തരത്തിലുള്ള ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ പല പരിമിതികളുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനുള്ളത് പ്രേക്ഷകരോട്, ഈ കലിബ ഇത്രയും നേരം ആ 2 സെക്യൂരിറ്റി ഗാർഡുകളുണ്ടല്ലോ, അവരോട് സത്യം പറഞ്ഞാൽ എനിക്കൊരല്പ ആമർഷമുണ്ട്. കാരണം ഇത്രയും ഈ പഹൽഗാം പോലുള്ള പാവങ്ങളെ ഞാൻ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുകയല്ല. ഈ രാജ്കുമാർ മിശ്രയാണെങ്കിലും സുബ്രതോ സെൻ ആണെങ്കിലും അവരവരുടെ ജോലി ചെയ്യുകയായിരുന്നു. ഒരു സാമാന്യം മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഈ ജിഹാദിയോട് അവർ സംസാരിച്ചു എന്നത് മാത്രമാണ് അവരോട് എനിക്ക് അമർഷം തോന്നുവാനുള്ള കാരണം. മതം ഏതാണ്? കലിമ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ചെവിക്കല്ല് അടിച്ച് പൊളിച്ച് താഴെയിട്ട് ചവിട്ടി നടുവൊടിച്ച് വാഴയ്ക്ക് തടവിടണമായിരുന്നു അവനെ. അതവർ ചെയ്തില്ല. അവർ സാധുക്കളായതുകൊണ്ടായിരിക്കാം. എന്നാലും ഇനിയുള്ള കാലത്ത് കലിമ എന്നുള്ള വാക്ക് ഏവനെങ്കിലും മുൻപിൽ വന്ന് ചൊല്ലിയാൽ അടിച്ച് ചെവിക്കല്ല് പൊളിച്ചേക്കുക. കലിമ എന്നുള്ളത് ഏതെങ്കിലും പാട്ടിൻ്റെ ഭാഗമായിട്ടാണോ അഥവാ കൽപ്പറ്റയിലേക്കുള്ള ബസ്സിൻ്റെ കാര്യം ചോദിക്കാനാണെങ്കിൽ പോലും അടി പൊട്ടുവാനുള്ള സാധ്യതകൾ ഏറി വരികയാണ്. അതിൻ്റെ കാരണം മറ്റാരുമല്ല, ഈ ജിഹാദികളുടെ പ്രവൃത്തികളും ആ പ്രവൃത്തിയെ നിശബ്ദമായി പിന്തുണയ്ക്കുന്ന ഒരു സമുദായവും സമൂഹവുമാണ്. അതിൽ ഒരു മാറ്റമുണ്ടാകുന്നതുവരെ സ്ഥിതിഗതികൾ വഷളായി വരികയുള്ളൂ. ഇരവാദം ഇറക്കിയിട്ട് കാര്യമില്ല. അന്യവൽക്കരിക്കേണ്ടതിനെ അന്യവൽക്കരിക്കുക തന്നെ ചെയ്യും. അടിസ്ഥാനപരമായിട്ട് ഒരു ജാഗ്രത പുലർത്തുകയാണ്. അത് ഭയമല്ല, ജാഗ്രത പുലർത്തുകയാണ്. ഒരു സാമാന്യരിൽ സാമാന്യനായ, സാധാരണക്കാരിൽ സാധാരണക്കാരനായ, സാധുവിൽ സാധുവായ ഒരു മുസ്ലിമിന് പോലും എൻ്റെ വീട് ഞാൻ ഇനി വാടകയ്ക്ക് കൊടുക്കില്ല. കാരണം എന്തിന് ഞാൻ അത്തരത്തിലൊരു ഭാഗ്യപരീക്ഷണം നടത്തണം? അതും അപകടകരമായൊരു ഭാഗ്യപരീക്ഷണം നടത്തണം. അതിന് ഞാൻ തയ്യാറാവുകയില്ല. വ്യക്തിപരമായ കാര്യം പറയുകയാണ്. അത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ എത്തിക്കാതിരിക്കുവാൻ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നത് സർക്കാരിനോ മറ്റ് സമുദായക്കാർക്കോ അല്ല, മറ്റ് മതക്കാർക്കോ അല്ല, ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ്, മതപണ്ഡിതന്മാർക്ക് തന്നെയാണ്. കാരണം മറ്റൊരു മതത്തിലും സമുദായത്തിന് മേൽ ചെലുത്തുവാൻ സാധിക്കാത്ത സ്വാധീനം ഇസ്ലാമിൽ മതപണ്ഡിതന്മാർക്ക് മുസ്ലിങ്ങളുടെ മേൽ ചെലുത്തുവാൻ സാധിക്കും. അത് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഈ സുബൈർ അൻസാരിയെ പോലുള്ളവർ നമ്മൻ്റെ മതത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു സുഖകരമായിട്ടുള്ള ഒരു നിശബ്ദത പാലിക്കുവാൻ അവരെ പ്രേരിപ്പിക്കാതെ ഈ സുബൈർ അൻസാരിമാർ തല പൊക്കുന്നതിന് മുമ്പ് ആടിയും കൊടുത്ത് പോലീസിൽ ഏൽപ്പിക്കുവാനുള്ള ഒരു പ്രേരണ അവർക്ക് നൽകുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തിൻ്റെ ഒരു അന്യവൽക്കരണത്തിന്, പാർശ്വവൽക്കരണത്തിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദികൾ. അത്രയേ ഈ വിഷയത്തിൽ പറയുവാനുള്ളൂ. കൂടുതൽ വിവരങ്ങൾ ഈ സുബൈർ അൻസാരിയെ പോലുള്ള ജിഹാദികളുമായി സംബന്ധിച്ച് പുറത്തു വരുമ്പോൾ അത് പ്രേക്ഷകരുമായി തത്വമയി ന്യൂസ് പങ്കുവയ്ക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സുബൈർ അൻസാരിക്ക് ഒരു പ്രത്യേകതയുമില്ല. സുബൈർ അൻസാരി ലോകം മുഴുവനുള്ള മദ്രസ പൊട്ടന്മാരായ ജിഹാദികളുടെ ഒരു പ്രതിനിധി മാത്രമാണ്. അത് സുബൈർ അൻസാരി ആയാലും മുഹമ്മദ് സുബൈർ ആയാലും മുഹമ്മദ് അബ്ദുള്ള ആയാലും വ്യത്യാസമൊന്നുമില്ല. പേരുകളെ മാറുന്നുള്ളൂ, വ്യക്തികളുടെ മുഖങ്ങളെ മാറുന്നുള്ളൂ, സ്വഭാവം മാറുന്നില്ല. അടിസ്ഥാനപരമായി തീവ്ര മതബോധം, ഭീകരവാദ സംബന്ധിയായ മതബോധം ഉള്ളിൽ നിറച്ച ജിഹാദികൾ മാത്രമാണിവർ. അവരെ സമൂഹം എങ്ങനെ നേരിടുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഒട്ടും സുഖകരമായൊരവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ഒറ്റപ്പെട്ട ജിഹാദികളും കലിമയറിയാത്തവരുടെ കഴുത്തറുക്കുവാൻ വേണ്ടി നഗരങ്ങളിൽ വരെ ഇറങ്ങിത്തുടങ്ങി. അതാണ് അവസ്ഥ. അത്തരത്തിലൊരു വെപ്രാളം പിടിച്ചൊരവസ്ഥയിലേക്ക് ഈ ഭീകരവാദികൾ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
എന്തായാലും ജാഗ്രത പുലർത്തുക. ഭയം വേണ്ട, ജാഗ്രത മതി. വീട് വാടകയ്ക്ക് കൊടുക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. അടുത്തുള്ളവന്മാരെ, ഇത്തരത്തിലുള്ളവന്മാരെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഭയം വേണ്ട, ജാഗ്രത മതി. വീണ്ടും പറയുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.